CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഇലക്ഷൻ വെയർഹൌസിൽ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂരിലേക്ക് മാറ്റി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങളാണ് മാറ്റിയത്. ഏതൊരു സംഭവത്തിന്റെയും എല്ലാ വശങ്ങളും പഠിച്ച് വാർത്തകൾ നൽകാൻ മാധ്യമപ്രവർത്തകർക്കാകണമെന്ന് N. ഷംസുദ്ദീൻ MLA. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കനത്ത മഴയിൽ അലനല്ലൂരിലും കിണർ ഇടിഞ്ഞു താഴ്ന്നു. സ്കൂളിന് സമീപം മുള്ളത്ത് തെരുവിൽ ശാന്തിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നുതിന്നതിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ചിരുന്നത്. ഇതിനു പുറമെ കരുവാരക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ഇറങ്ങിയതും പ്രദേശവാസികൾക്ക് ഇരട്ടി ആശങ്കയുണ്ടാക്കിയിരുന്നു. കടുവയെ ഇതുവരെ പിടികൂടാനായില്ല. കാളികാവ് പഞ്ചായത്തിലെ മുൾമുനിൽ നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന്. കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട്. ഇത് ഈ ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ചെയ്യാന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുവരെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞാല് ഇവര് നിലവിൽ 2 കൂടാണ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രിയുടെയൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടുകൂടി ആ 3 പ്രദേശങ്ങളെ കവർ ചെയ്യുന്ന ഒരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ പിടികൂടാൻ തന്നെ സാധിക്കും. ഒരു അവസരമായ കടുവയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മെയ് 15-നാണ് കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ചോക്കാട് കല്ലാമൂല സ്വദേശി ഗഫൂർ മരിച്ചത്. തുടർന്ന് നരഭോജി കടുവയെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ വനപാലകരുടെ സംഘം ശ്രമം നടത്തിയെങ്കിലും സാധിച്ചിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, ഞങ്ങളെ മക്കളെ വിദ്യാലയങ്ങൾ വിടാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു മുൾമുനയിലാണ് ഞങ്ങളുടെ നാടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഫോറസ്റ്റിന്റെ നിലപാടുമായിട്ട് അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് 100% പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവിടേക്ക് ഒരു 10 ആൾ വന്നിട്ട് തിരിച്ചു പോകുന്നൊരു സംവിധാനമാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം. അതായത് വഴിക്കടവ്, എടക്കര, നിലമ്പൂര്, കരുളായി, കാളികാവ്, കരുവാരക്കുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു സംവിധാനം ഉണ്ടായിട്ട് ഈ സാധനത്തിൽ ഞങ്ങൾ ഇവിടെ വിടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് എവിടെയാണെന്ന് പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. CCN പെരിന്തൽമണ്ണ. കനത്ത മഴയിൽ അലനല്ലൂരിലും കിണർ ഇടിഞ്ഞു താഴ്ന്നു. സ്കൂളിന് സമീപം മുള്ളത്ത് തെരുവിൽ ശാന്തിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. ശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴുകയായിരുന്നു. പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ ഭിത്തിയോട് ചേർന്നുള്ള 10 കോൽ ആഴമുള്ള കിണറാണ് തകർന്നു വീണത്. മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും കിണറ്റിലേക്ക് വീണു. വീടുപണി നടക്കുന്നതിനാൽ ശാന്തിയും മകനും മറ്റൊരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. എനിക്ക് വേറെ ഒരു വഴിയില്ല, ഇത് പുനരുപയോഗിക്കാൻ ഞാൻ കൂലിപ്പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ ഒരു വരുമാനമില്ല.
നിങ്ങൾ എന്തെങ്കിലും സഹായിച്ച് തരില്ല വേണം എന്ന് നിൽക്കുന്നു. അലനല്ലൂർ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കിണർ നന്നാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വെള്ളം ലഭിക്കാനുള്ള മറ്റു സൗകര്യങ്ങൾ തേടുമെന്നും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. 7-ാം വാർഡിലെ മുള്ളത്ത് തെരുവിൽ നമ്മുടെ സാന്ധ്യയുടെ കിണർ ഇന്നലത്തെ മഴ കാരണം തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ വില്ലേജ് ഓഫീസറെ വിളിച്ചുകൊണ്ട് രാവിലെ വന്ന് വില്ലേജ് ഓഫീസർ പരിശോധിക്കുകയും പഞ്ചായത്തിലെ സെക്രട്ടറി അടങ്ങുന്ന ഞങ്ങളിത് പരിശോധിക്കുകയും നമ്മുടെ പഞ്ചായത്തിലെ എയ്ക്ക് സാന്ത്വനോട് കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേലേശ പ്രകാരം നമ്മളത് റവന്യൂ വകുപ്പിന് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും കിണർ ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം കഴിയുന്നൊരു സാഹചര്യം കാണുന്നില്ല. അപ്പോൾ മറ്റ് സാന്തക്ക് വെള്ളം കിട്ടാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതിയോ നമ്മുടെ സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യും. CCN ചത്തല്ലൂർ. കനത്ത മഴയിൽ കോങ്ങാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു. കരിമ്പ മരുതുംകാട് കുറിഞ്ഞിപ്പാടം കാണിച്ചുകാട്ടിൽ KG ബിജുവിന്റെ കിണറാണ് വ്യാഴാഴ്ച രാത്രിയിൽ ആൾമറയുൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നത്. പ്രദേശത്ത് 2 ദിവസമായി കനത്ത മഴയാണ്. തുടർച്ചയായി അനുഭവപ്പെടുന്ന മഴയെ തുടർന്നാണ് വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നത്. 26 കോൺക്രീറ്റ് റിങ്ങുകളും 1 HP വൈദ്യുത പമ്പ് സെറ്റും മണ്ണിനടിയിലായി. കരിമ്പ 1 വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഏതാനും ദിവസം മുൻപ് സമാനമായ രീതിയിൽ 3 ഏക്കർ തുടിക്കോട് കാളിയത്ത് വീട്ടിൽ ജമേഷിന്റെ കിണറും ഇടിഞ്ഞു താഴുകയുണ്ടായി. CCN കോങ്ങാട്. ഇലക്ഷൻ വെയർഹൌസിൽ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂരിലേക്ക് മാറ്റി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങളാണ് മാറ്റിയത്. ഉദ്യോഗസ്ഥർക്ക് പരിശീലനത്തിനായുള്ള വോട്ടിംഗ് മെഷീനുകളാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മാറ്റപ്പെട്ടത്. മലപ്പുറത്തെ ഇലക്ഷൻ വെയർഹൌസിൽ നിന്നുമാണ് ഇവ കൊണ്ടുപോകുന്നത്. CCN മലപ്പുറം. നിയന്ത്രണം വിട്ട് കാർ മതിൽ ഇടിച്ചു തകർത്തു. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിലെ പള്ളിക്കുറുപ്പിലാണ് സംഭവം. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. ഏതാനും ദിവസം മുൻപ് ഇതേ സ്ഥലത്ത് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു. ശക്തമായ മഴയിൽ റോഡിലെ വെള്ളം കാരണം തെന്നിമാറിയതാണ് അപകടത്തിന് കാരണമായത്. CCN കോങ്ങാട്. കനത്ത മഴ മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണംകുണ്ട് കോസ്വേ വെള്ളത്തിലായി. വെള്ളം പുഴയിൽ ക്രമാതീതമായി ഉയർന്നതോടുകൂടിയാണ് പാലത്തിന് മുകളിലും വെള്ളം കയറിയത്. അലനല്ലൂരിൽ നിന്നും എടത്തനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന പ്രധാന എളുപ്പവഴിയാണ് കണ്ണൻകുണ്ട് വഴിയുള്ള യാത്ര. വെള്ളം പുഴയിൽ ക്രമാതീതമായി ഉയർന്നതോടുകൂടിയാണ് പാലത്തിന് മുകളിലും വെള്ളം കയറിയത്. ഇതോടെ വാഹന ഗതാഗതം നിലച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് വെള്ളം കയറി തുടങ്ങിയത്. CCN ചത്തല്ലൂർ. ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനിൽ മരക്കൊമ്പ് പൊട്ടിവീണു. ചത്തല്ലൂർ തെക്കുമുറി അത്തിപ്പറ്റ റോഡിലെ ഗ്യാസ് ഗോഡൌണിന് സമീപത്താണ് വൈദ്യുതി ലൈനിലേക്ക് സമീപത്തെ റബ്ബറിന്റെ കൊമ്പ് പൊട്ടിവീണത്. മരക്കൊമ്പ് വീണ സമയത്ത് വൈദ്യുതി ലൈൻ പൊട്ടിവീഴാത്തത് വൻ അപകടം ഒഴിവാക്കി. പ്രദേശത്ത് വൈദ്യുത ബന്ധവും വിച്ഛേദിച്ചു. കോട്ടോപ്പാടത്ത് തേക്കുമരം വീണ വീട് തകർന്നു. കോട്ടോപ്പാടം പുറമ്പോക്കിൽ വീട്ടിൽ കുഞ്ഞിലക്ഷ്മിയുടെ വീടാണ് തകർന്നത്. ബുധനാഴ്ച വൈകിട്ടാണ് അപകടം. തച്ചമ്പാറയിൽ കുന്നംതിരുത്തി വീട്ടിൽ രാധാകൃഷ്ണന്റെ വീട്ടുവളപ്പിലെ തെങ്ങ് ശക്തമായ കാറ്റിൽ പൊട്ടിവീണ് കാറും വീടും കാർഷെഡും തകർന്നു. ആർക്കും പരിക്കില്ല. അലനല്ലൂരിലും കാറ്റിൽ തെങ്ങ് വീണ് അപകടമുണ്ടായി. ഉപ്പുകുളം ആര്യാടൻ വീട്ടിൽ ഇസ്മയിലിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണ നാശനഷ്ടമുണ്ടായത്. ആളപായമില്ല. CCN ചത്തല്ലൂർ. ഏതൊരു സംഭവത്തിന്റെയും എല്ലാ വശങ്ങളും പഠിച്ച് വാർത്തകൾ നൽകാൻ മാധ്യമപ്രവർത്തകർക്കാകണമെന്ന് N ഷംസുദ്ദീൻ MLA. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഒന്ന് ലെജിസ്ലേച്ചർ
നിയമനിർമ്മാണം, അസംബ്ലി, പാർലമെന്റ്, അവിടെ നടക്കേണ്ട ചർച്ചകൾ, അവിടെ ഉണ്ടാകേണ്ട നിയമനിർമ്മാണങ്ങൾ. അപ്പോ രാജ്യത്തിന് വേണ്ട നിയമം നിർമ്മിക്കുന്നത് ഈ ലെജിസ്ലേച്ചറാണ്. പിന്നെയുള്ളത് എക്സിക്യൂട്ടീവാണ്. നമ്മുടെ ഭരണകൂടത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലെ പ്യൂണ് തൊട്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വരെയുള്ള ഇംപ്ലിമെന്റ് ചെയ്യുന്നു. KJU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസ് കൃപ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായി. ജില്ലാ ജഡ്ജ് ജോമോൻ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകർക്ക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും വെഹിക്കിൾ സ്റ്റിക്കർ വിതരണവും നടത്തി. മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയ അംഗങ്ങളെ ആദരിച്ചു. അംഗീകാരം നൽകുകയാണ്. അട്ടപ്പാടി മണ്ഡലം സെക്രട്ടറി ബഷീർക്ക് ആദരിക്കുന്നു. കൈമാറുന്നു. KJU സംസ്ഥാന ട്രഷറർ CM സബീർ അലി, ജില്ലാ സെക്രട്ടറി നൌഷാദ്, ജില്ലാ ട്രഷറർ രാജേഷ്, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. നാളിതുവരെ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത് 16ഓളം പേർ. മണ്ണാർക്കാട് കുരുത്തിച്ചാലിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവേശനത്തിന് കർശന നിരോധനം. ഇത് ലംഘിച്ച് മേഖലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മണ്ണാർക്കാട് DYSP, കുമരമ്പത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ അറിയിച്ചു. മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെ കുരുത്തിച്ചാലിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവേശനം അടുത്ത 6 മാസക്കാലത്തേക്ക് കർശനമായി നിരോധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടർ ഉത്തരവിറക്കി. മഴ ശക്തമായ സാഹചര്യത്തിൽ ഇനിയും അപകടങ്ങൾ സാധ്യതയുണ്ടെന്നും ഒരു അറിയിപ്പുണ്ടാവുന്നതുവരെ കുരുത്തിച്ചാൽ പ്രദേശത്തേക്ക് പുഴയിലേക്കുള്ള സന്ദർശകരുടെ വരവ് നിരോധിച്ചതായും അടിയന്തരമായി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് സന്ദർശകരെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സബ് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ വർഷം നവംബർ 30 വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇത് ലംഘിച്ച് മേഖലയിൽ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മണ്ണാർക്കാട് DYSP, കുമരമ്പത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ അറിയിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കാരാപ്പാടം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുരുത്തിച്ചാൽ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ പുഴയിലിറങ്ങുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണ്. നാളിതുവരെ 16ഓളം പേരാണ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. നാട്ടുകാരുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് നിരവധി പേരെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസവും യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ച പശ്ചാത്തലത്തിലാണ് കുരുത്തിച്ചാൽ സന്ദർശനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. മുൻപ് പലതവണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സഞ്ചാരികളുടെ വരവിന് കുറവുണ്ടായിരുന്നില്ല. മുൻ വർഷങ്ങളിലുണ്ടായ അപകടങ്ങൾ കണക്കിലെടുത്ത് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സഞ്ചാരികളുടെ വരവ് നിയന്ത്രിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുമരമ്പത്തൂർ പഞ്ചായത്ത് ADM-ന് കത്തു നൽകിയിരുന്നു. ഇതിനുള്ള നടപടിക്രമങ്ങളാകുന്നതിന് മുൻപാണ് കുരുത്തിച്ചാലിൽ വീണ്ടും അപകടമുണ്ടായത്. കുരുത്തിച്ചാൽ പ്രദേശത്തേക്കുള്ള പ്രവേശന റോഡിൽ നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ മഴക്കാലത്ത് പോലീസ് സേവനമുണ്ടായിരുന്നു. നിലവിൽ പോലീസിന്റെ സേവനമില്ലാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസ് സേവനം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് DGP-ക്കും ജില്ലാ പോലീസ് മേധാവിക്കും കത്തു നൽകിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് വിപുലീകരണത്തിനായി തഹസിൽദാറെ സമീപിക്കുമെന്നും ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കുമെന്ന് DYSP M. സന്തോഷ് കുമാർ പറഞ്ഞു. വിശേഷാവസരങ്ങളിലും മറ്റും പോലീസിന്റെ അധിക സേവനം ലഭ്യമാക്കുമെന്ന് CI MP രാജേഷും അറിയിച്ചു. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് SSLC +2 വിജയികളെ അനുമോദിച്ചു. പ്രമുഖ മോട്ടിവേറ്ററും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു.
ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് SSLC +2 വിജയികളെ അനുമോദിച്ചു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ഒരുപക്ഷെ ഇന്ന് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല രീതിയിൽ അവൻ എങ്ങോട്ട് ടേൺ ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പിന്റെ ഒരു സൂചക ഫലകം നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മുൻപിൽ ഈ കാലഘട്ടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. തിരഞ്ഞെടുത്ത മതി, ക്ഷമയും സഹനവും സ്നേഹവും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി, ഈ ലോകം നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയം എവിടെയും ലഹരിയെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നൊന്നുമില്ല. ഞാനൊരു ഉദ്ദേശിച്ചത് സാറ് പറഞ്ഞു നമുക്ക് 12:30 സമയം പറഞ്ഞു. പക്ഷെ ഞാൻ 12 വരെ എടുക്കുന്നില്ല. ഞാൻ 10 മിനിറ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഈ കമന്റ് ഒക്കെ കൊടുത്തു തീർക്കാൻ കൂടിയുണ്ട്. മുഴുവൻ കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ മക്കളൊക്കെ ചിന്തിക്കേണ്ടത് ചതിയിലൂടെയാണ് ഇന്ന് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒക്കെ നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോൾ പലരും. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ 100% വിജയം നേടിയ തിരുവിഴാംകുന്ന് CPIUP സ്കൂളിലെ സ്കോളർഷിപ്പ് ജേതാക്കൾക്ക് അനുമോദനം നൽകി. അനുമോദന യോഗം മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ കഴിഞ്ഞ വർഷം USS LSS നേടിയ മണ്ഡലത്തിലെ NMS നേടിയ മുഴുവൻ കുട്ടികളെയും ഇതുപോലെ വിളിച്ച് സ്ലൈഡിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കുകയുണ്ടായി. അതും 700 പരം കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. നമ്മൾ ഇതിനു വേണ്ടി ഒരു പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിച്ചാൽ നല്ല സംഘടന ഞങ്ങൾ തന്നെ നടത്തുന്ന സ്ലൈഡ് പദ്ധതി, അതിൽ NMS-കാർക്കാണ് പരിശീലനം കൊടുക്കുന്നത്. ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നതിന് മുമ്പ് 45 പേരാണ് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് ആകെ ഫ്ലൈറ്റിന്റെ ആവശ്യത്തിൽ പരിശീലനം കൊടുത്തപ്പോൾ ഒറ്റയടിക്കുന്നത് 100,000 പേർ ഈ മണ്ഡലത്തിൽ നിന്ന് NMS നേടിയവരായിട്ടുണ്ടായി. അതാവട്ടെ പാലക്കാട് ജില്ലയിലെ 320-ന്റെ 1/3. പാലക്കാട് ജില്ലയിൽ മൊത്തം NMS നേടിയതിൽ 1/3 മണ്ണാർക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തിലാണെന്ന്. ജില്ലയിൽ തന്നെ ഒന്നാമതെന്ന ബഹുമതി കൈവരിച്ച വിദ്യാലയമാണ് തിരുവിഴാംകുന്ന് CPIUP സ്കൂൾ. ചടങ്ങിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷയായി. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അവർ പ്രകടിപ്പിക്കുന്ന അതുല്യമായ മുന്നേറ്റങ്ങൾ, നമ്മുടെ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നോളജ് റവല്യൂഷൻ എന്ന് പറയാവുന്ന വൈജ്ഞാനിക വിപ്ലവങ്ങൾ, നമ്മുടെ കുട്ടികൾ എത്തിപ്പിടിക്കാൻ നമ്മൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഉയരങ്ങൾ, വളരെ വേഗത്തിൽ കീഴടക്കുന്ന കുട്ടികളുടെ പ്രതിഭാശാലികളായ കുട്ടികളുടെ മുന്നേറ്റങ്ങൾ, ഇതെല്ലാം നമ്മളെ ഏറെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഴയ കാലത്തിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും പ്രധാനമായ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ഇന്റലിജന്റ് ആണെന്നുള്ളതാണ്. സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ ഉപഹാര സമർപ്പണം നടത്തി. MLA ഷംസുദ്ദീൻ കുട്ടികളെ ആദരിക്കുന്നു. മുഹമ്മദ് ഫാദിൽ. അടുത്തത് അൻസർ. മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസീല സുഹൈൽ,
അബ്ദുള്ള കോലോത്തൊടി, ഇർഷാദ്, കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ KCK സെയ്താലി, PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, USS കോർഡിനേറ്റർ അബ്ദുൽ കരീം, സ്റ്റാഫ് സെക്രട്ടറി റെയ്ഹാനത്ത്, SRG കൺവീനർ ബിന്ദു P. വർഗീസ്, പ്രധാനാധ്യാപകൻ TS ശ്രീവത്സൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് USS പരീക്ഷയ്ക്ക് പരിശീലനത്തിനെത്തിയ അധ്യാപകരായ വിനോദ് കുമാർ, ദിലീപ്, ജയപ്രകാശ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കോട്ടോപ്പാടം KHSS സ്കൂളിലെ അധ്യാപകനായ ഗിരീഷ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. CCN ചത്തല്ലൂർ. അലനല്ലൂർ പാലക്കാഴി ALP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു. ഉദ്ഘാടനം അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. വളരെയേറെ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു സ്കൂളാണ്. 100 വർഷത്തിലധികം, ഏകദേശം 115 കൊല്ലത്തെ പഴക്കമാണ് ഈ സ്കൂളിന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു പ്രാഥമിക വിദ്യാലയമാണ്. ഒരുപാട് കഥ പറയാനുണ്ടാകും ഈ സ്കൂളിൽ. ഈ സ്കൂളിൽ വന്നുപോയ കുട്ടികൾ, തലമുറകൾ, ഇന്ന് പഠിക്കുന്ന കുട്ടികൾ ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നിങ്ങളുടെ രക്ഷിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ അങ്ങനെ എത്രയോ തലമുറകൾ വിദ്യ അഭ്യസിച്ച മണ്ണാർക്കാട് താലൂക്കിലെ തന്നെ ഒരു വിദ്യാലയ മുത്തശ്ശിയാണ് ഈ പാലക്കാഴി LP സ്കൂൾ. ഇപ്പോൾ അതിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ആലായനാണ്. അതിനു മുമ്പ് മറ്റൊരു കുടുംബമായിരുന്നു. അവർ കുറെ കാലം ഇത് പരിപാലിച്ചു. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഇന്ന് ഈ സ്കൂളിന് അതിൻ്റെ പുരോഗതിയിൽ, അതിൻ്റെ യാത്രയിലെ ഒരു പുതിയ നാഴികക്കല്ലാണ്. LSS ലഭിച്ച കുട്ടികളെയും ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രധാനാധ്യാപിക KG ബിന്ദു അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ജിഷ, സ്കൂൾ മാനേജർ സൈനുദ്ദീൻ ആലായൻ, മുൻ പ്രധാനാധ്യാപിക P. ഗിരിജ, PTA പ്രസിഡന്റ് KV മുസ്തഫ, ഉസ്മാൻ കൂരിക്കാടൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഇലക്ഷൻ വെയർഹൌസിൽ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂരിലേക്ക് മാറ്റി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങളാണ് മാറ്റിയത്. ഏതൊരു സംഭവത്തിന്റെയും എല്ലാ വശങ്ങളും പഠിച്ച് വാർത്തകൾ നൽകാൻ മാധ്യമപ്രവർത്തകർക്കാകണമെന്ന് N. ഷംസുദ്ദീൻ MLA. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കനത്ത മഴയിൽ അലനല്ലൂരിലും കിണർ ഇടിഞ്ഞു താഴ്ന്നു. സ്കൂളിന് സമീപം മുള്ളത്ത് തെരുവിൽ ശാന്തിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.